ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പം നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കുന്നതിന് കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനകത്ത് മെയിനായിട്ടൊരു ടിപ്പുണ്ട്. അത് ചെയ്തിട്ടാണ് എനിക്ക് കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്തതും ഞാൻ സക്സസ് ആവാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം അതിന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും പറയാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ ലാസ്റ്റ് വരെ ഇരുന്ന് കാണാം. അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഏത് ബിസിനസ്സാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ കുറേ ബിസിനസ് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ക്രാഫ്റ്റ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹെയർ അക്സസറീസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടം മാതിരി ഉണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതാദ്യം തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ വന്നിട്ട് നമ്മൾ അതിനൊരു നെയിം കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആ ബിസിനസ് ബേസ് ചെയ്തിട്ടുള്ളതിൻ്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നെയിം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നെയിം കൊടുക്കാം. അപ്പോൾ എൻ്റെ ബിസിനസ് ക്രാഫ്റ്റ് ബിസിനസ്സാണ്. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ മോളെ പേര് വെച്ചിട്ടുള്ള ഒരു നെയിമാണ് കേട്ടോ, നൂറൂസ് ക്രാഫ്റ്റ്. അപ്പോൾ നൂറ എന്നാണ് എൻ്റെ മോളെ പേര്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ലോഗോ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു കുട്ടി ലോഗോ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ അതുപോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിലേതിലും മൂന്നും എന്തായാലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ചാനലിൻ്റെ ബിസിനസ്സിൻ്റെ നെയിം വെച്ചിട്ട് ഒരു ID തുടങ്ങുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്ത പിക്ക് ഇടുക. ആദ്യം തന്നെ ഓർഡർ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഫ്രെയിമാണെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഫോട്ടോ എന്തിനും വെച്ചിട്ട് ഒരു ഫ്രെയിം വെക്കുക. അതിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ക്ലിയറുള്ള നല്ലൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസും അതുപോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് അതിന് റീച്ച് കിട്ടിയിട്ട് കസ്റ്റമർ നമുക്ക് ഓർഡർ തരാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ നെയിം വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എൻ്റെ അറിയുന്നവർക്കും സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് അതിനകത്ത് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ ഓരോ വർക്കിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിലും പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഓർഡർ വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടിയതും ഞാനൊരു സക്സസ് ആയി വന്നതും നമ്മുടെ നെയിം സ്ലിപ്പിനെ കൊണ്ടാട്ടോ. അപ്പം നെയിം സ്ലിപ്പിനെ കുറിച്ച് വീഡിയോ ഇട്ടതിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ ഓർഡറും കാര്യങ്ങളും. അപ്പം അന്ന് ഞാൻ ലേറ്റായിട്ടാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ ഓർഡറും എനിക്ക് ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ തുറക്കാനായതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ ഇതിട്ടത് കൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഓർഡർ ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സീസൺ ടൈമിന് കുറേ മുന്നേ തന്നെ നിങ്ങളുടെ ആ വർക്കിനെ കുറിച്ചുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓർഡർ നേരത്തെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതാകുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവും, ചെയ്ത് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവും. പിന്നീട് വന്നിട്ട് കൂടുതൽ കസ്റ്റമർ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ ഓരോ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെയിനായിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എപ്പം ഓർഡർ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ട്രൈ ചെയ്ത് പിക്ക് എടുക്കുക. എന്ന് വെച്ചാൽ ഓർഡർ ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ അങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളതിനെ ഒരു ചെറുക്കനെ ഇപ്പം ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിൽ കൂടുതൽ മോഡൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് പിക്ക് ഇടുക. അതുപോലെ ക്രാഫ്റ്റിൻ്റെ ആണെങ്കിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോസും വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിൽ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് ഇടുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കസ്റ്റമറിന് അതൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് നമുക്ക് മെസ്സേജ് ഇടാം. അപ്പം ട്രെൻഡിങ്ങിന് പോകുന്ന ഓരോന്നും നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് എടുത്തിടാം. നമുക്ക് ആ സമയത്ത് ഓർഡർ കിട്ടണം എന്നില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്ക് ഇടാം. സ്റ്റാറ്റസും അതുപോലെ സ്റ്റോറി ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ എങ്ങനെ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അടുത്തത്.
കൊറിയർ സർവീസ്. അത് DTDC ഉണ്ട്, ഡെലിവറി ഉണ്ട്, അതുപോലെ നമ്മുടെ സ്പീഡ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രെയിമും കാര്യങ്ങളും ഈ പൊട്ടുന്ന രീതിയിലുള്ളത് പരമാവധി DTDC വഴി അയക്കുന്നതായിരിക്കും സേഫ്. പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ അയച്ചതിൽ പകുതി മുക്കാലും പൊട്ടി ഡാമേജ് ആയിട്ടാണ് കസ്റ്റമറുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ബാക്കി ചെറിയ ചെറിയ കുട്ടി ഐറ്റംസ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് ഒരു 3 ദിവസം കൊണ്ടൊക്കെ അവിടെ എത്തും. പരമാവധി വർക്കിംഗ് ഡേയ്സ് 3 ദിവസമാണ് അവർ പറയുക. ചിലപ്പോൾ അതിന് മുന്നേ അവിടെ എത്തുന്നതുണ്ട്. പിന്നെ DTDCയും പോസ്റ്റ് ഓഫീസും വെച്ച് നോക്കുകയാണെങ്കിൽ DTDC എമൗണ്ട് കുറച്ച് കൂടുതലാണ്, പക്ഷേ സേഫാണ് സംഭവം. നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ 2 ദിവസം 3 ദിവസം, അതും 2 ദിവസം 3 ദിവസമൊക്കെ തന്നെയാണ് അതും ടൈം എടുക്കുക. അപ്പം കൂടുതലും സേഫ് DTDC ആണ്, പക്ഷേ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസാണ്. അപ്പം ഞാൻ പറഞ്ഞത് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ DTDC വഴി അയക്കുക. അല്ലാത്ത ഐറ്റംസ് കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഇപ്പോൾ പോളറോയിഡ് ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മതി. പിന്നെ വന്നിട്ട് കസ്റ്റമറായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ അവർ എപ്പോൾ മെസ്സേജ് ചെയ്താലും അത് നമ്മൾ റീപ്ലൈ പെട്ടെന്ന് തന്നെ ചെയ്യുക. അതുപോലെ അവരോടൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, നല്ല അടുപ്പത്തോടെ സംസാരിക്കുക. അതിനുശേഷം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോടൊന്ന് ഇത് സ്റ്റാറ്റസോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയാം. അപ്പോൾ അവർ പിന്നെയും എന്തെങ്കിലും ഓൾറെഡി നമുക്ക് തന്നെ തരും. അപ്പം നമ്മൾ കുറച്ച് ഇതായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ വേറെ ആളിലേക്ക് ഓർഡർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അവർ പറയും, ഇന്ന ആൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരാളോട് പറയുമ്പോൾ അവരും വഴി നമുക്ക് ഓർഡർ കിട്ടും. അങ്ങനെയും കൂടുതലായിട്ട് ഓർഡർ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് ഞാൻ പിന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിനും എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനും കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്യാം. ഇതിനകത്ത് പറയുകയാണെങ്കിൽ കൂടുതൽ ഡിലേ ആയിപ്പോവും, കൂടുതൽ ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് വേണമെന്നുള്ളവർ കമൻ്റ് ഇട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെല്ലാ പോസ്റ്റിൻ്റെയും താഴെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കൂടുതൽ കസ്റ്റമറുടെ അടുത്തേക്ക് ഈ നമ്മുടെ ആഡ് അവിടെ എത്തും. എന്നിട്ട് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാവുന്നതാണ്. എനിക്ക് കൂടുതലും ഓർഡർ കിട്ടിയത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അക്കൗണ്ട് റീച്ച് ആയിട്ടാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെറിയൊരു എമൗണ്ട് മുടക്കേണ്ടതായി വരും. ചെറിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ 200 രൂപ ആ റേഞ്ചിലാണ് തോന്നുന്നു. അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടിയതും കൂടുതൽ എൻ്റെ ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവരും അറിഞ്ഞതും ആ ഒരു മെത്തേഡിലൂടെയാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് പല വീഡിയോസ് ഞാൻ കണ്ടതിലും ആരും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ വേണ്ടി നിന്നത്. നമ്മൾ കൂടുതലായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ ബിസിനസ്സായിട്ട് തന്നെ എടുക്കുക. നമ്മൾ കൂടുതൽ ചെയ്യാൻ ഇപ്പോൾ ചിലവർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മളെപ്പോലത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന അതിനോടായിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതിന് ആ ഒരു രീതിയിൽ ബിസിനസ് തുടങ്ങാൻ നോക്കുക. അല്ലാതെ അവർ ചെയ്യുന്നുണ്ട് ഇവർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഇത് ചെയ്യാൻ ചിലപ്പോൾ സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്തായാലും സക്സസ് ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.